തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷി യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ SFI നേതാക്കൾക്കെതിരെ കേസ്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റ വിദ്യാർത്ഥി ഭിന്നശേഷി കമ്മീഷനെത്തി പരാതി നൽകിയിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിനുള്ളിൽ SFIയുടെ നേതൃത്വത്തിൽ ഇപ്പോഴും ഇടിമുറിയുണ്ടെന്നും ആരോപണമുണ്ട്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, വീണ്ടും മർദ്ദിക്കുന്നു, ഇടിമുറിയിലെത്തിക്കുന്നു, യൂണിവേഴ്സിറ്റി കോളേജിന് ഒരു മാറ്റവുമില്ലെന്നോ? രണ്ടാം തീയതിയാണ് ഈ സംഭവത്തിൽ അല്ലെങ്കിൽ ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. ഒന്നാം വർഷ ഇസ്ലാമിക് ഹിസ്റ്ററി വിദ്യാർത്ഥിയെ യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി മർദ്ദിച്ചു, അസഭ്യം വിളിക്കുകയും മർദ്ദിച്ചു എന്നാണ് ഈ വിദ്യാർത്ഥി പോലീസിൽ പരാതി നൽകിയത്. പോലീസിൽ പരാതി നൽകി 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ വിദ്യാർത്ഥി ഭിന്നശേഷി കമ്മീഷനിലെത്തി കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടി പ്രാദേശികമായിട്ട് SFIയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഈ കുട്ടിക്ക് ഈ ശാരീരിക ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ കോളേജിനെ യൂണിയനുമായി പ്രവർത്തിച്ചു പോകാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിരുന്നു. അതിന്റെ വ്യക്തിവൈരാഗ്യമാണ് യൂണിറ്റ് ചെയർമാനായിട്ടുള്ള വിധുവും അതോടൊപ്പം തന്നെ പ്രസിഡന്റ് അമൽ ചന്ദും ചേർന്ന് കുട്ടിയെ ഇത്തരത്തിൽ മർദ്ദിക്കാനും അസഭ്യം വിളിക്കാനും കാരണമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതാണ് അല്പനേരം മുമ്പ് ഈ മർദ്ദനത്തിനിരയായ വിദ്യാർത്ഥി നമ്മളോട് പ്രതികരിച്ചത്. ക്രൂരതയാണ് ഈ കുട്ടിയോട് കാട്ടിയിട്ടുള്ളത്. കാരണം ഈ യൂണിറ്റ്, അതായത് യൂണിയൻ ഇനാഗുറേഷന്റെ അല്ലെങ്കിൽ യൂണിയൻ പരിപാടിയുടെ ഒക്കെ ഭാഗമായിട്ട് ഈ കോളേജുകളിൽ ഇത്തരത്തിൽ തോരണങ്ങൾ കെട്ടാനായിട്ട് ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയെ യൂണിറ്റ് ഏൽപ്പിച്ചിരുന്നു. പക്ഷേ ഈ കാലിന് ശേഷിക്കുറവുള്ളത് കൊണ്ട് തന്നെ ഈ പൊക്കത്ത് ഉയരപ്രദേശത്ത് കയറാൻ സാധിക്കില്ല എന്നും ഇത്തരത്തിൽ തോരണങ്ങൾ കെട്ടാൻ സാധിക്കില്ല എന്നും ഈ വിദ്യാർത്ഥി അറിയിച്ചു. ഈ വിദ്യാർത്ഥി ഈ വിസമ്മതം അറിയിച്ചതാണ് ഇത്തരത്തിലൊരു തർക്കമുണ്ടാകാൻ കാരണം. പിന്നീട് അമൽ ചന്ദും വിധു ബുധയും കൂടി ഈ വിദ്യാർത്ഥിയെ യൂണിറ്റ് റൂമിലേക്ക് ക്ഷണിക്കുന്നു, യൂണിറ്റ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം തർക്കമുണ്ടാകുന്നു. തർക്കത്തിൽ വിദ്യാർത്ഥിയോട് മോശമായിട്ട് പെരുമാറുന്നു, വൈകല്യങ്ങളെ ചൂണ്ടിക്കാട്ടി കളിയാക്കുന്നു. അതിനുശേഷം അമൽ ചന്ദ് ഷൂ ധരിച്ച കാലുകൊണ്ട് ഈ വിദ്യാർത്ഥിയുടെ വൈകല്യമുള്ള കാല് ചവിട്ടി ഞെരിക്കുന്നു. അങ്ങനെയാണ് അപ്പുറത്തെ ക്ലാസ് റൂമിൽ നിന്നും കുട്ടികൾ ഇങ്ങോട്ടേക്ക് വരുന്നതും ഈ ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തുകയും ചെയ്യുന്നത്. ആ ഒരു ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം, അമൽ ചന്ദും വിധുവും അതോടൊപ്പം തന്നെ ഈ മിഥുനും ഒക്കെ കൂട്ടം കൂടി ചെന്ന് കുട്ടിയെ മാനസികമായിട്ട് തളർത്തുകയും അസഭ്യം വിളിക്കുകയും മോശം പരാമർശങ്ങൾ നടത്തുകയും വൈകല്യങ്ങളെ ചൂണ്ടി കളിയാക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ കുട്ടി ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള വി ജോയിയെ ഫോണിൽ വിളിച്ച് പല തവണ ഈ വി ജോയിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിക്കില്ല. പിന്നീട് കുട്ടി ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന സമയത്താണ് കേസിന്റെ വഴിയിൽ പോകും, പാർട്ടി അതിൽ ഇടപെടില്ല എന്നൊരു മറുപടിയാണ് ജോയിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ ഈ കുട്ടിക്ക് തുടർന്ന് ആ കോളേജിൽ പഠിക്കാനായിട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം അവൻ ഒരിക്കലും അവിടെ സുരക്ഷിതനല്ല. കാരണം ഇത്തരത്തിൽ യൂണിയന്റെ ഒരു ചെറിയ പരിപാടിക്ക് തോരണം കെട്ടിയില്ല, അല്ലെങ്കിൽ യൂണിയനുമായി ചേർന്ന് നിന്നാലും ആരോപിച്ചുകൊണ്ടാണ് ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു കുട്ടിക്ക് നേരെ ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള ഇടപെടലുകളിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനവും അസഭ്യ വർഷവും ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, സംസ്ഥാനം ഈ ഒരാഴ്ചയായിട്ട് ഭിന്നശേഷി സൗഹൃദ സംസ്ഥാന വാരാഘോഷം നടത്തുകയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിന്റെ ആഘോഷ പരിപാടിയിലൊക്കെ. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ മൂക്കിന്റെ തുമ്പത്താണ് ഇത്രയും ഒരു കുട്ടി ഇത്തരത്തിലൊരു ഉപദ്രവം അനുഭവിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് പോലീസും ഇതിൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. മനുഷ്യാവകാശ കമ്മീഷനിലും ഈ വിദ്യാർത്ഥി പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ കുട്ടിക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതോടൊപ്പം തന്നെ ഈ കോളേജിൽ ഇത്തരത്തിലുള്ള ഇടിമുറികൾ നമുക്കറിയാം. 2009 മുതൽ ഈ യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ എത്രയാണ്. SFI യൂണിറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇടിമുറിക്കകത്ത് ഈ യൂണിയനിലും അതോടൊപ്പം തന്നെ SFIയുമായി ചേർന്ന് പ്രവർത്തിക്കാത്തവരെയും അതോടൊപ്പം തന്നെ മറ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരെയും ഒക്കെ ഈ ഇടിമുറിയിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും അവരെ മർദ്ദിക്കുകയും ചെയ്യുന്ന സ്ഥിരം പ്രവണത. അത് കാലങ്ങൾ ഇത്രയും പിന്നിട്ടിട്ടും അതിലൊരു മാറ്റവും വന്നിട്ടില്ല. ഈ യൂണിയൻ, അതായത് ഹോസ്റ്റൽ മുറികളും യൂണിയൻ മുറികളും ഇടിമുറികളായി മാറുകയാണ്. ഇതിൽ കോളേജിനോ സർക്കാരിനോ പാർട്ടിക്കോ വ്യക്തമായിട്ടുള്ള നിലപാടോ അല്ലെങ്കിൽ നടപടിയോ സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കാലങ്ങളായിട്ട് ഇത്തരത്തിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ മറ്റു വിദ്യാർത്ഥികളും ഈ യൂണിയന്റെ ഒക്കെ ഈ മുഷ്ടിക്ക് മുന്നിൽ വിധേയരായിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്.
3 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. യൂണിറ്റ് ചെയർമാനും യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള വിധു ഉദയ, അതോടൊപ്പം തന്നെ പ്രസിഡന്റ് അമൽ ചന്ദ, യൂണിറ്റ് അംഗം കൂടിയായിട്ടുള്ള മിഥുൻ, ഇവർക്ക് 3 പേർക്കും എതിരെയാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൃഷ്ണരാജ്. ശരി, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വീണ്ടും ഇടിമുറി ക്രൂരത. ഭിന്നശേഷിക്കാരനെ ഇടിമുറിയിലെത്തി മർദ്ദിച്ചു. SFI പ്രവർത്തകർക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.